ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൺ. ഞാനിന്നിവിടെ വഴുതനങ്ങ കൊണ്ട് ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പറയും വഴുതനങ്ങ മെഴുക്കുവരട്ടിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ എന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഒരു വെറൈറ്റി മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഒരുപാടുണ്ടായിരിക്കുമല്ലോ, വഴുതനങ്ങ കൂട്ടാത്തവരൊക്കെ. അപ്പോൾ ഇതുപോലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ വഴുതനങ്ങ കഴിക്കാത്ത ആൾക്കാരും കൂടെ വഴുതനങ്ങ കഴിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് 4, 6, 7 ഒരു 7 വഴുതനങ്ങയുണ്ട്, ചെറുതാണ്, എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി ഒരു 8-10 അല്ലി വേണം. പിന്നെ കുറച്ച് ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ വേണം, അത് നമുക്ക് എടുക്കാം പുറകെ. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ വഴുതനങ്ങയല്ലേ, അപ്പോൾ നമുക്കൊരു ഇതുപോലെ കട്ട് ചെയ്യാം. ചെറുതായതുകൊണ്ട് നമ്മളൊരു 4 പീസായിട്ട് ഒരു വഴുതനങ്ങ കട്ട് ചെയ്ത്, വലുതാണെങ്കിൽ ഇതൊന്നും കൂടെ കട്ട് ചെയ്ത് ഒരു വഴുതനങ്ങ 8 പീസാക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കിത് മുഴുവനും കട്ട് ചെയ്ത് കൊണ്ടുവരാം. വഴുതനങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് വെള്ളത്തിലേക്കാണ് ഇടുന്നത്, അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ വെള്ളത്തിലിട്ടില്ല, നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി വെക്കുക. കുറച്ച് നേരം വെക്കണം, ഒരു 10-15 മിനിറ്റ്. ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. നമുക്കിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഉപ്പും മഞ്ഞളും കൂടെ നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇത് നമുക്ക് വാഷ് ചെയ്തെടുക്കണം. നമുക്കിത് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്ത് കൊണ്ടുവരാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കേടാണ്, മാറ്റാം. വെളുത്തുള്ളി ചതയ്ക്കാം. വെളുത്തുള്ളി ചതച്ച് നമുക്കിനി ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ചതയ്ക്കാം. ഇനി നമുക്ക് ഓരോ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ചതച്ചെടുക്കാം. ഉള്ളി, വെളുത്തുള്ളി, മുളകെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി, നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായെന്ന് നോക്കട്ടെ. ഇല്ല, ചൂടായിട്ടില്ല. എണ്ണ ചൂടായിട്ടില്ല. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, മുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി വഴണ്ട് വരും. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമുക്ക് പിന്നെ ലാസ്റ്റിൽ ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ വഴുതനങ്ങയിൽ നമ്മൾ ഉപ്പ് പുരട്ടിയാണ് വെച്ചിരിക്കുന്നത്. അത് വാഷ് ചെയ്യണം, എന്നാലും അതിൽ കുറച്ച് ഉപ്പിൻ്റെ രസം കാണും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വഴുതനങ്ങ വാഷ് ചെയ്ത് കൊണ്ടുവരാം. ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ ഉള്ളിയൊക്കെ
ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറയൊക്കെ നല്ലതുപോലെ പോയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലിടുന്നതിൽ നല്ലതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചാൽ കഴുകുമ്പോൾ അതിൻ്റെ കറയൊക്കെ നല്ലതുപോലെ പോയി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയിലേക്ക്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കാം. നമുക്ക് വഴുതനങ്ങ ഒന്ന് തുറന്ന് നോക്കാം. വഴുതനങ്ങയൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. വഴുതനങ്ങയിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളം കൊണ്ടാണിത് വെന്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നിലക്കടല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നിലക്കടല വറുത്ത് പൊടിച്ചതാണ്. അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണോളം. പിന്നെ നമുക്ക് കുറച്ച് കൊപ്ര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഇത്രയും കൊപ്ര പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിക്കാം. കൊപ്രയുടെ ഒക്കെ പച്ചമണം പോകുന്നവരെ ഒന്ന് 2 മിനിറ്റ് തുറന്ന് വെക്കാം. നിലക്കടല നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വറുത്തതായതുകൊണ്ട് ഓൾറെഡി കുക്ക്ഡാണ്. കൊപ്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് തുറന്ന് വെക്കാം. ഇതുപോലെ ഇതാ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ നല്ല ടേസ്റ്റി ആയിരിക്കുമെന്ന്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കായമൊക്കെ ഇട്ടില്ലേ, അതുകൊണ്ട് നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. നമുക്കിനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല സൂപ്പറല്ലേ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. അതിൻ്റെ കൂടെ കൂട്ടാൻ കോമ്പിനേഷൻ ചപ്പാത്തിയാണ് ഏറ്റവും ബെസ്റ്റ്. എന്നാൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും ഒരുപാട് നല്ലതാണ്. ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീണ്ടും നമുക്ക് മിയാനി കിച്ചണിൽ സിമ്പിൾ റെസിപ്പിയുമായി കാണാം. താങ്ക്സ് a lot ഫോർ വാച്ചിങ്. ബൈ.